ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. തെക്കേ നടവഴിയാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഉപരാഷ്ട്രപതി ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ എത്തിയ ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് വന്നത്. രാവിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് സന്ദർശനം നീണ്ടുപോവുകയായിരുന്നു. സാനു കെ സജീവ് ചേരുന്നു. സാനു, അല്പം മുമ്പാണ് ഉപരാഷ്ട്രപതി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ദർശനം എപ്പോഴാണ്? അനിൽ നമ്പ്യാർ, നിലവിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം തുടരുകയാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിനെ വഹിച്ചുകൊണ്ടുള്ള എയർഫോഴ്സിന്റെ പ്രത്യേക ഹെലികോപ്റ്റർ ശ്രീവത്സം ശ്രീകൃഷ്ണ കോളേജിൽ എത്തുന്നത്. കോളേജ് ഗ്രൗണ്ടിൽ നിന്നും അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് ശ്രീവത്സം ഓഡിറ്റോറിയത്തിലെത്തുകയും തുടർന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതായത് അരമണിക്കൂറോളം അദ്ദേഹം ക്ഷേത്രത്തിൽ ചെലവഴിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഭാര്യ ഡോക്ടർ ധൻവേദ് ഒപ്പമുണ്ട്. ഇരുവരുമാണ് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തിയിട്ടുള്ളത്. രാവിലെ 9:30 ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുമെന്നാണ്, അതായത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് രാവിലെ 9:30 എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിച്ചില്ല. 3 തവണ ഹെലികോപ്റ്റർ ഇറക്കാനായിട്ട് ശ്രമം നടത്തിയെങ്കിലും ശക്തമായിട്ടുള്ള മഴയും കാറ്റിനെയും തുടർന്ന് ആ ശ്രമം വിഫലമായി. തുടർന്ന് കൊച്ചിയിലെ നാവികത്താവളത്തിലേക്ക് ഉപരാഷ്ട്രപതി പോവുകയായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് കൊച്ചിയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം രണ്ടാമത് ക്ഷേത്ര ദർശനത്തിനായിട്ട് അല്പസമയം മുമ്പ് എത്തിയിട്ടുള്ളത്. അരമണിക്കൂർ അദ്ദേഹം ക്ഷേത്രത്തിൽ ചെലവഴിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങും. തുടർന്ന് ഇന്ന് രാവിലെ മുതൽ, അതായത് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതൽ തന്നെ ഗുരുവായൂരിൽ കർശന സുരക്ഷയിലായിരുന്നു. രാവിലെ 7 മണി മുതൽ 7 മണിക്കും അതേപോലെ തന്നെ 10 മണിക്കും ഇടയിലുള്ള എല്ലാ ചടങ്ങുകളും, അതായത് വിവാഹം, ചോറൂൺ അടക്കമുള്ള ചടങ്ങുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആ ഒരു 9 മണിയോടുകൂടി അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് എത്തുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. തുടർന്നാണ് ഈ ഹെലികോപ്റ്റർ ഇറക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഉണ്ടാകുന്നത്. തുടർന്ന് തിരികെ മടങ്ങുകയായിരുന്നു. അതിനുശേഷം സാധാരണ നിലയിലേക്ക് ക്ഷേത്ര ചടങ്ങുകൾ മാറുകയും ഭക്തരെ അടക്കം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കൊച്ചിയിലെത്തിയതിനു ശേഷമാണ് വീണ്ടും അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്ര ദർശനം നടത്തണമെന്ന് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പൊതുവെയുള്ള ഷെഡ്യൂളുകളിലടക്കം, അതായത് കൊച്ചിയിലെ പരിപാടികളിലുള്ള ഷെഡ്യൂളുകളിലടക്കം മാറ്റം വരുത്തിക്കൊണ്ടാണ് രണ്ടാമതും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതായത് വൈസ് പ്രസിഡന്റ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് മടങ്ങിയതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള ഔദ്യോഗികമായിട്ട് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുക. എന്തായാലും ഇപ്പോൾ നിലവിൽ ക്ഷേത്രത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ദർശനം തുടരുകയാണ്. വൈസ് പ്രസിഡന്റ് ഭാര്യയോടൊപ്പമാണ് അദ്ദേഹം ഈ ഒരു ക്ഷേത്ര ദർശനത്തിൽ എത്തിയിരിക്കുന്നത്. ചടങ്ങുകൾ പൂർത്തിയാക്കി 2 മണിയോടുകൂടി തിരിച്ച് കൊച്ചിയിലേക്ക് മടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. ഗുരുവായൂരപ്പനെ തൊഴുതേ മടങ്ങൂ എന്ന ദൃഢനിശ്ചയവുമായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അല്പം മുമ്പ് അദ്ദേഹം ഭാര്യാസമേതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തി. തെക്കേ നടവഴിയാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഉപരാഷ്ട്രപതി ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തിയ ശേഷമാണ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത്. രാവിലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ദർശനം നീണ്ടുപോവുകയായിരുന്നു. വിവരങ്ങൾ നൽകിയത് സാനു കെ സജീവ്.